ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞു? സി പി യും സി വിയും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ആൻഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് അടുത്ത് പറയാനുള്ളത്. എവരി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ ദ സ്പെസിഫിക് വാല്യൂസ് ഓഫ് സം മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആൾസോ കോൾഡ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വിളിക്കുക. അതായത് തെർമോഡൈനാമിക്സിൽ നമ്മൾ സിസ്റ്റംസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ടേംസിനെയും സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ എക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ ദ വാല്യൂസ് ഓഫ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. നെക്സ്റ്റ് ആണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ദ കണക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് വേരിയബിൾസ് ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് വേരിയബിൾസ്, അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഉള്ള സ്റ്റേറ്റ് വേരിയബിൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണക്ട് ചെയ്യുന്ന ഇക്വേഷനെയാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഈസ് ദ ഐഡിയൽ ഗ്യാസ് റിലേഷൻ ആണ്. പി വി സി ഈക്വൽ ടു മ്യൂ ആർ ടി. നിങ്ങൾ കെമിസ്ട്രിയിൽ പി വി സി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഓൺലൈനിലെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നോട്ട് കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. പിന്നെ ഓൺലൈനിലെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക? മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും കൂടി ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: ആദ്യം വീഡിയോ ഒന്ന് കാണുക, നോട്ട് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും കിട്ടാത്ത ഭാഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, ഓൺലൈനാണ്, അതുകൊണ്ട് ഡൗട്ടുകളുണ്ടാവും. അപ്പോൾ ഡൗട്ട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? അത് കറക്റ്റായിട്ട് ചോദിക്കും കൂടി ചെയ്യാം. ദെൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് വേരിയബിൾസ്. വേരിയബിൾസ് രണ്ട് ടൈപ്പാണ്. എക്സ്റ്റെൻസീവ് വേരിയബിൾ ഉണ്ട്, ഇൻറ്റൻസീവ് വേരിയബിൾ ഉണ്ട്. ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ ആർ ടു കൈൻഡ്: എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ്. എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ഇൻഡിക്കേറ്റ് ദ സൈസ് ഓഫ് എ സിസ്റ്റം. സൈസ് ഓഫ് സിസ്റ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് പറയാം. ഇഫ് യു ഇമാജിൻ ടു ഡിവൈഡ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഇൻടു ടു ഈക്വൽ പാർട്സ്, ദ വേരിയബിൾസ് whose values get halved in each part are extensive. Internal energy, വോളിയം, മാസ്, ഇതൊക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ആണ്. ദെൻ ഇൻറ്റൻസീവ് വേരിയബിൾ. ഇൻറ്റൻസീവ് വേരിയബിൾ ഡി നോട്ട് ഇൻഡിക്കേറ്റ് ദ സൈസ് ഓഫ് ദ സിസ്റ്റം. ഇഫ് യു ഇമാജിൻ ഡിവൈഡ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഇൻടു ടു ഈക്വൽ പാർട്സ്, ദ വേരിയബിൾസ് ദാറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഫോർ ഈച്ച് പാർട്ട് ആർ ഇൻറ്റൻസീവ്. അതായത് ഒരു സംഭവത്തെ എന്ത് ചെയ്യുക? രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ചേഞ്ച് വരുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് വിളിക്കുക. ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് വിളിക്കുക. പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്, ഇൻറ്റൻസീവ് വേരിയബിൾ എക്സാമ്പിളാണ്. ദെൻ തെർമോഡൈനാമിക് പ്രോസസ്. എ തെർമോഡൈനാമിക് പ്രോസസ് ഈസ് ഡിഫൈൻഡ് as a change from one equilibrium state to another. Thermodynamic process എന്ന് പറയുന്നത് is defined as the change from one equilibrium state to another. ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയാം. ദെൻ കോസിസ്റ്റാറ്റിക് പ്രോസസ്സ്. കോസിസ്റ്റാറ്റിക് പ്രോസസ്സ് എന്താണെന്നുള്ളത് കേട്ടോളൂ. ദ നെയിം കോസിസ്റ്റാറ്റിക് മീൻസ് നിയർലി സ്റ്റാറ്റിക് എന്നുള്ളതാണ്. Quasi-static process is infinitely slow process such as that the system remains in the thermal and mechanical equilibrium with the surroundings throughout. Quasi-static process എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സായിരിക്കും. കാരണം എന്താ? ഇത് നിയർലി സ്റ്റാറ്റിക് എന്നാണ്. അത് മാറ്റമില്ലാതെ തുടരുന്നതെന്നാണല്ലോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ, അല്ലേ? അങ്ങനെ മാറ്റമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കും എന്ന് നമുക്ക് തോന്നും. എന്നാൽ ചെറിയ രീതിയിൽ എവിടെ എന്തുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇൻ എ കോസിസ്റ്റാറ്റിക് പ്രോസസ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ എൻവിയോൺമെൻറ്റ് ക്യാൻ ഡിഫർ ഫ്രം ദോസ് ഓഫ് ദ സിസ്റ്റംസ് ഓൺലി ഇൻഫൈനൈറ്റ്ലി. എക്സാമ്പിൾ: processes that are sufficiently slow and do not involve accelerated motion of the piston, large temperature gradient, reasonably approximation to an ideal consistent. ഇതും ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രോസസ്സൊന്നും ഉണ്ടാവില്ല. അത്രയും സ്ലോ ആണെങ്കിൽ കോസിസ്റ്റാറ്റിക് പ്രോസസ്സ് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പ്രോസസ് ദാറ്റ് ആർ സഫിഷ്യൻ്റ്ലി സ്ലോ
do not involve accelerated motion of the piston. Large temperature gradient, etc. are the reasonably approximation to ideal quasi-static process. സം സ്പെഷ്യൽ തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് തെർമോഡൈനാമിക് ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡയബാറ്റിക്. എന്താ നോക്കിക്കോളൂ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസോബാറിക് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസോകോറിക് വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അഡയബാറ്റിക് ഉണ്ടെന്ന് നോക്കുക. നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. അവിടെ ഡെൽറ്റ ക്യൂ എന്ന് സൂചിപ്പിക്കുന്ന ആരെയാണ്? ഹീറ്റ് എനർജിയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് എന്ത്? ക്യൂ എന്നുള്ളത്. ഡെൽറ്റ ക്യൂ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി ഈസ് 0 ആയിരിക്കും അഡയബാറ്റിക് പ്രോസസ്സിൽ. ഇനി ഇതിൽ ഓരോ പ്രോസസ്സിനെ കുറിച്ച് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കേട്ടോളൂ. ഐസോതെർമൽ നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. എ പ്രോസസ് ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് ഫിക്സ്ഡ് ത്രൂ ഔട്ട് ഇറ്റ്സ് കോൾഡ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടി എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടെമ്പറേച്ചർ മാറില്ല. സോ ഇൻറ്റേർണൽ എനർജി ഡസ് നോട്ട് ചേഞ്ചസ്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ശരിക്കും ഇൻറ്റേർണൽ എനർജി, നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇൻറ്റേർണൽ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. ആ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവും. അതിനർത്ഥം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജിക്ക് ഉണ്ടായ ചേഞ്ച് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ടെമ്പറേച്ചർ മാറാതിരിക്കുന്ന ഒരു സംഭവമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. മെൽറ്റിങ്, ഫ്യൂഷൻ, വേപ്പറൈസേഷൻ ഒക്കെ നടക്കുമ്പോൾ അവിടെ ഒരിക്കലും എന്തിന് വരുന്നില്ല? ടെമ്പറേച്ചറിന് ചേഞ്ച് വരുന്നില്ല. ദ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ മെറ്റാലിക് സിലിണ്ടർ ആർ പ്ലേസ്ഡ് ഇൻ എ ലാർജ് റിസർവോയർ ഓഫ് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ഇൻ എക്സാമ്പിൾ ഓഫ് ഐസോതെർമൽ പ്രോസസ്. ഇത് രണ്ടും, ചേഞ്ച് ഓഫ് സ്റ്റേറ്റും ദ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ എ മെറ്റാലിക് സിലിണ്ടറിൽ ഉള്ള ഗ്യാസിനുണ്ടാകുന്ന എക്സ്പാൻഷനുമൊക്കെ ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ദ ഐസോതെർമൽ പ്രോസസ് ഫോർ an ideal gas PV is equal to mu RT ആണ്. For an ideal gas goes an isothermally from its initial state to final state, its temperature remains constant. So PV is equal to a constant. അതെന്തുകൊണ്ടാ? മ്യൂം ആർ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടി കൂടി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താവും? PV is equal to a constant കിട്ടും അല്ലേ. ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഫോർ ഐസോതെർമൽ പ്രോസസ്. വർക്ക് ഡൺ ബൈ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഐഡിയൽ ഗ്യാസിൽ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും എന്നുള്ളതാണ്. കൺസിഡർ ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോസ് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഐസോതെർമലി അറ്റ് ടെമ്പറേച്ചർ T ഫ്രം P1 V1 ടു ദ ഫൈനൽ സ്റ്റേറ്റ് P2 V2. ദെൻ DW ചേഞ്ച് ഇൻ വർക്ക് ഡൺ, അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ? P ഡെൽറ്റ V എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇൻ ദ ലിമിറ്റ് ഡെൽറ്റ V ടെൻസ് ടു 0 DW is equal to PdV ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നടത്താം കേട്ടോ. PdV ആയിട്ട് മാറും. ദെൻ ചെറിയ വർക്കാണ്, ചെറിയ വോളിയാണ്, നമുക്ക് വേണ്ട ടോട്ടലാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. W is equal to V1 to V P ഇൻറ്റു ഡെൽറ്റ V എന്ന് കിട്ടും. ഇനി അതിൽ W എന്ന് പറയുന്നത് PV ആണ്. PV is equal to mu RT എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദെൻ P is equal to mu RT by V. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷനിൽ പിയുടെ സ്ഥാനത്ത് ഈ രണ്ട് പിയുടെ സ്ഥാനത്ത് mu RT by V എന്നുള്ള സംഭവം കൊടുത്തു, ഡെൽറ്റ V എന്ന് കിട്ടി. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റുകളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ പുറത്തേക്ക് എടുത്തിട്ട് 1/V ഡെൽറ്റ V എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ 1/V ഡെൽറ്റ വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് log V എന്നാണ് കിട്ടുക. V1ൻ്റെയും V2ൻ്റെയും വാല്യൂ കൊടുത്തു. അങ്ങനെ നമുക്ക് ലോഗ് ആയതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ കിട്ടി? W is equal to mu RT log V2 by V1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ദെൻ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഫോർ ഐസോതെർമൽ എക്സ്പാൻഷൻ V2 രണ്ടാമത്തെ വോളിയം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഹെൻസ് ഈസ് ഗ്രേറ്റർ ദാൻ V1 ആൻഡ് ഹെൻസ് W ഈസ് ഗ്രേറ്റർ ദാൻ 0, അതായത് വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കണം. Thus in isothermal expansion the gas absorbs heat and work is done by the gas on the environment. ഐസോതെർമൽ പ്രോസസ്സിൽ എന്ത് ചെയ്യും? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അത് 0യിൽ നിന്നും എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ
ഹീറ്റ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഗ്യാസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഗ്യാസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഐസോതെർമൽ കംപ്രഷൻ നെക്സ്റ്റ് ആണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതാവുക. അപ്പോൾ വോളിയം കുറഞ്ഞൊക്കെയാണ്, V2 ചെറുതാണ്. അങ്ങനെ എന്ത് ചെയ്യണം? കംപ്രഷൻ നടക്കണമെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആവണം. അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഒരു വർക്ക് ചെയ്യാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഗ്യാസ് ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുക. ഐസോതെർമൽ കംപ്രഷൻ നടക്കണമെങ്കിലോ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആയിരിക്കും. ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ പുറത്തുനിന്നൊരു വർക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ? ഐസോതെർമൽ കംപ്രഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് മാറും? ആ കൊടുക്കുന്ന വർക്ക് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഗ്യാസിൻ്റെ മുകളിൽ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് വർക്കായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നെഗറ്റീവ് വർക്കാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ 0th ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0th ലോ വളരെ സിമ്പിളായിരുന്നു. നെക്സ്റ്റ് ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ ഇത് ഓൺലൈനിൽ എടുക്കാനുള്ള കാരണം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞതാണ്. ഇത് കെമിസ്ട്രിയിൽ നിങ്ങളൊരു തവണ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററുകളാണ് കേട്ടോ. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ഐസോതെർമൽ ചേഞ്ച്. ഫോർ ഐസോതെർമൽ പ്രോസസ് ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അപ്പോൾ ഡെൽറ്റ യു 0 ആണെങ്കിൽ എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ, ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ് ഈസ് എൻറ്റയർലി യൂസ്ഡ് ടു ഡു വർക്ക് ഓൺ ദ എൻവിയോൺമെൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സിൽ എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ് ഈസ് എൻറ്റയർലി യൂസ്ഡ് ടു ഡു വർക്ക് ഓൺ ദ എൻവിയോൺമെൻറ്റ്. മനസ്സിലായല്ലോ? അങ്ങനെ ഐസോതെർമൽ പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയാണ് അഡയബാറ്റിക് പ്രോസസ്സ്. എന്താണ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇൻ അഡയബാറ്റിക് പ്രോസസ് ദ സിസ്റ്റം ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് ദ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് ഈസ് 0. അതായത് ഹീറ്റിന് ഒരു നിലക്കും ചേഞ്ച് വരില്ല. ഇക്വേഷൻ ഫോർ സ്റ്റേറ്റ് ഓഫ് അഡയബാറ്റിക് പ്രോസസ് ഇക്വേഷൻ ശ്രദ്ധിക്കുക. PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അഡയബാറ്റിക്കിനുള്ള ഇക്വേഷൻ അതാണ്. അല്ലെങ്കിൽ T ഇൻറ്റു ടെമ്പറേച്ചർ ഇൻറ്റു V റൈസ് ടു ഗാമ -1 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, വെർ ഗാമ ഈസ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓർ ഓർഡിനറി ഓർ മോളാർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം. ഗാമ ഈക്വൽ ടു CP/CV. ഇക്വേഷൻസ് കാണാതെ പഠിക്കണം കേട്ടോ. ഗാമ ഈക്വൽ ടു CP/CV ആണ് എന്നുള്ളതും പിന്നെ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ 2 ഇക്വേഷൻസ് അല്ലേ, ആ 2 ഇക്വേഷൻസ് കാണാതെ പഠിക്കണേ. വർക്ക് ഡൺ ബൈ എൻ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിങ് അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ്സിലുണ്ടാകുന്ന വർക്ക് ഡൺ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നോക്കിക്കോളൂ. W ഈക്വൽ ടു V1 ടു V2 PdV എന്ന് കിട്ടും. PV റൈസ് ടു ഗാമ ഈക്വൽ ടു K എന്നാണ്. അതിൽ നിന്നും എന്ത് കിട്ടി? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് K എന്ന് കൊടുത്തിട്ടോ. P ഈക്വൽ ടു K/V റൈസ് ടു ഗാമ ദെൻ K ഇൻറ്റു V റൈസ് മൈനസ് ഗാമ. അത് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്തു. K കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് ഇട്ടു. ബാക്കി ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ എന്താ കിട്ടിയെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക കേട്ടോ. ദെൻ PV റൈസ് ടു ഗാമ എന്നുള്ളത് വീണ്ടും നമ്മളതിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് വർക്ക് ഡണ്ണിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? 1/1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്ന് കിട്ടും. അതല്ലെങ്കിൽ W ഈക്വൽ ടു μR/1 മൈനസ് ഗാമ T2 മൈനസ് T1 എന്ന് കിട്ടും. ദെൻ W ഈക്വൽ ടു μR/ഗാമ -1 T1 മൈനസ് T2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അഡയബാറ്റിക് എക്സ്പാൻഷനുണ്ട്, അഡയബാറ്റിക് കംപ്രഷനുണ്ട്, രണ്ടൊന്ന് പറയാം. ഇൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിൽ എന്തായിരിക്കും? വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, വി ഗെറ്റ് T2 ഈസ് ലെസ് ദാൻ T1. ടെമ്പറേച്ചർ മാറ്റം ഉണ്ടാവും. ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ലോവേഴ്സ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക അഡയബാറ്റിക് എക്സ്പാൻഷനിൽ കേട്ടോ. എന്തുകൊണ്ട് ടെമ്പറേച്ചർ കുറയുന്നതെന്ന് അറിയോ? അവിടെ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചൂട് വേണം. എന്നാലേ അതിൻ്റെ വോളിയം കൂടുള്ളൂ.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിലൊക്കെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ അബ്സോർബ് ചെയ്ത ഹീറ്റ് കൊണ്ട് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഹീറ്റ് അബ്സോർബ് ചെയ്യൂല, ഹീറ്റ് പുറത്തേക്കും വിടൂല. അപ്പോൾ അതിനുള്ളിലുള്ള ഹീറ്റ്, ആ ഹീറ്റാണ് ടെമ്പറേച്ചറിന് ഒരു ടേമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ഹീറ്റ് ഉള്ളിൽ ഓൾറെഡി ഉള്ള ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ പുറത്തുനിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നൊന്നുമില്ല, ഉള്ളിലുള്ള ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഉള്ളിലുള്ള ഹീറ്റ് എന്ത് ചെയ്യും, കുറയും, അതായത് ടെമ്പറേച്ചർ കുറയും എന്നർത്ഥം. അഡിയാബാറ്റിക് കംപ്രഷൻ ആണ് നെക്സ്റ്റ്. ഇൻ അഡിയാബാറ്റിക് കംപ്രഷൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ നടക്കുകയാണ്, പുറത്തുനിന്ന് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ അഡിയാബാറ്റിക് ഇക്വേഷൻ്റെ ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഡെൽറ്റ ക്യൂ 0 ആണ്, അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഡബ്ല്യു is equal to മൈനസ് ഡെൽറ്റ യു. വർക്ക് ഡൺ is equal to ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും ഉണ്ടാവുക. ദെൻ മൂന്നാമത്തെ പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്സർ. ഐസോകോറിക് പ്രോസസ്സിൽ എന്തായിരിക്കും, വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. വർക്ക് ഡൺ ഈസ് ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ ഡബ്ല്യു is equal to പി ഡെൽറ്റ വി ആണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നതും എന്തുതന്നെയായിരിക്കും, 0 ആയിരിക്കും ഉണ്ടാവുക. In isocoric process, no work is done on or by the gas. First law of thermodynamics for an isocoric process, delta Q is equal to delta U plus delta W. Delta W എന്ന് പറയുന്നത് 0 ആണ്, ഡെൽറ്റ Q എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ യു ആയിരിക്കും. The heat absorbed by the gas goes entirely to change its internal energy and thereby the temperature. Okay. ഏറ്റവും അവസാനത്തെ നാലാമത്തെ പ്രോസസ്സായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഐസോബാറിക് പ്രോസസ്സ്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ ഐസോബാറിക് പ്രോസസ്സ്. ഐസോബാറിക് പ്രോസസ്സ് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. പി ഡെൽറ്റ വിയിൽ ഡബ്ല്യു is equal to പി ഇൻറ്റു വി ടു മൈനസ് വി വൺ എന്നല്ലേ, മ്യൂ ആർ ടി ടു മൈനസ് ടി വൺ ആണ് വർക്ക് ഡൺ വരിക കേട്ടോ. ഇതിന് വേണമെങ്കിൽ ഫോർ ഐസോബാറിക് പ്രോസസ്സിൽ എന്തായിരിക്കും, ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് ഉണ്ടാവുക. സാധാരണ ഇക്വേഷൻ തന്നെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് ആണ് സൈക്ലിക് പ്രോസസ്. ഇൻ സൈക്ലിക് പ്രോസസ് ദ സിസ്റ്റം റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് സിൻസ് ഇന്റേണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ. സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജിക്കുണ്ടായ ചേഞ്ച് 0 ആയിരിക്കും. ഡെൽറ്റ യു, അതായത് ഡെൽറ്റ യു is equal to 0 ആയിരിക്കും. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ സൈക്ലിക് പ്രോസസ്. ഡെൽറ്റ യു 0 ആണെങ്കിൽ എന്താ വരിക, ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയും അല്ലേ. ദറ്റ് പി വി കർവ് ഫോർ എ ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. ഗ്രാഫ് ശരിക്കും നോക്കുക, പ്രഷറും വോളിയവും തമ്മിലുള്ളതാണ്. ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്, അവിടെ രണ്ട് കാര്യങ്ങളാണ്. ആ മുകളിൽ നിന്ന് തുടങ്ങുന്നത് കേട്ടോ. മുകളിൽ ഐസോതെർമൽ എക്സ്പാൻഷനാണ്, അടിയിലുള്ളത് ഐസോതെർമൽ കംപ്രഷനാണ്. ഇനി അവിടെയുണ്ട് അഡിയാബാറ്റിക് എക്സ്പാൻഷനാണ് ഒന്ന്, ഇപ്പുറത്തെ സൈഡിലേക്കുള്ളത് അഡിയാബാറ്റിക് കംപ്രഷനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഹീറ്റ് എഞ്ചിനൊക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഹീറ്റ് എഞ്ചിൻ്റെ ഒരു ഗ്രാഫാണെന്ന് വേണമെങ്കിൽ പറയാം. ഹീറ്റ് എഞ്ചിൻ കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് by which a system is made to undergo a cyclic process that result a conversion of heat into work. ഹീറ്റ് എഞ്ചിൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് എന്നർത്ഥം. ഹീറ്റ് എഞ്ചിൻ്റെ കൺസിസ്റ്റ് ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഹീറ്റ് എഞ്ചിൻ്റെ ഒരു ഗ്രാഫാണ്. ഹോട്ട് റിസർവോയർ ടെമ്പറേച്ചർ, നല്ല ചൂടുള്ള റിസർവോയർ ഉണ്ടാകും, അതിൽ നിന്നും Q1 ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യും, W എന്ന് പറഞ്ഞാൽ വർക്ക് നടക്കും. പിന്നെ Q2 എന്ന് പറഞ്ഞിട്ട് കോൾഡ് റിസർവോയർക്ക് അധികമുള്ള ഹീറ്റ് പോവുകയും ചെയ്യുന്നു. ഒന്ന് കണ്ടോളൂ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ. വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും. എ മിക്സ്ചർ ഓഫ് ഫ്യൂവൽ വേപ്പർ ആൻഡ് എയർ ഇൻ എ ഗ്യാസോലിൻ ഓർ ഡീസൽ എഞ്ചിൻ ഓർ സ്റ്റീം ഇൻ എ സ്റ്റീം എഞ്ചിൻ ആർ ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. അതായത് ഒരു എഞ്ചിന് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ അല്ലേ, അതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതും അതിൻ്റെ കൂടെ എയറും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ നമ്മൾ നോസിലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. An external reservoir at some high temperature T1 is called source. ചിത്രത്തിൽ കാണുന്ന പോലെ എക്സ്റ്റേണൽ റിസർവോയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് എന്നാണ് വിളിക്കുക. എക്സ്റ്റേണൽ റിസർവോയർ അറ്റ് സം ലോവർ ടെമ്പറേച്ചർ T2 is called സിങ്ക്. അതായത് ആദ്യത്തെ റിസർവോയർ സോഴ്സ്, T2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സിങ്കാണ്. രണ്ട് പേരുകൾ.
Then the working substance absorbs a total amount of heat Q1. വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് നടുവിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെന്ത് ചെയ്തു? Q1 ഹീറ്റ് അബ്സോർബ് ചെയ്തു ഫ്രം സോഴ്സ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. സം എക്സ്റ്റേണൽ വർക്ക് ഈസ് ഡൺ ബൈ ഇറ്റ് ഓൺ ദ എൻവിയോൺമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ആ വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു വർക്ക് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഹീറ്റ് കൊണ്ട് ഒരു വർക്ക് ചെയ്യും. ആൻഡ് റിലീസ് ദ റിമൈനിങ്. അപ്പോൾ കുറച്ച് ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തു. ഇനി ബാക്കി വരുന്ന ഹീറ്റിന് എന്ത് ചെയ്യും? റിമൈനിങ് എമൗണ്ട് ഓഫ് ഹീറ്റ് Q2 ടു സിങ്ക് അറ്റ് ലോവർ ടെമ്പറേച്ചർ T2. ബാക്കി വരുന്ന ഹീറ്റ് മുഴുവനും കോൾഡ് റിസർവോയറിലേക്ക്, തണുത്ത റിസർവോയറിലേക്ക് അത് കൊടുക്കും. ദെൻ Q1 ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് ആണല്ലോ. Q1 എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു, W വർക്ക് ചെയ്യുന്നു, പ്ലസ് ബാക്കിയുള്ള ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. Q1 ആണ് അബ്സോർബ് ചെയ്തത്. അബ്സോർബ് ചെയ്ത് ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തു, കുറച്ച് ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തു, ബാക്കി എവിടേക്ക് കൊടുത്തു? കോൾഡ് റിസർവോയർക്ക് കൊടുത്തു. അതാണ് Q1 എന്ന് പറയുന്നത് W പ്ലസ് Q2 ആയിരിക്കും. ദെൻ W ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? Q1 മൈനസ് Q2 ആയിരിക്കും. സിമ്പിളാണ്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഡിഫൈൻ ആസ് ദ ഹീറ്റ് ആസ് ഈക്വൽ ടു W ബൈ Q1 ആണ്. വേർ Q1 ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം ദ സോഴ്സ്. ഇറ്റ്സ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. W ഈസ് ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദ എൻവിയോൺമെൻറ്റ് ഇൻ എ സൈക്കിൾ. W is equal to, ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ കിട്ടുന്നതാണ്. ഹീറ്റ് ആസ് ഈക്വൽ ടു W ബൈ Q1. എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ കണ്ടത് Q1 മൈനസ് Q2 ആണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ ഈറ്റയുടെ ഇക്വേഷനിൽ Wന് പകരം എന്ത് ചെയ്യാണ്? Q1 മൈനസ് Q2 എന്ന് കൊടുത്തു. അപ്പോൾ Q1 കൊണ്ട് 1 ആയി. 1 മൈനസ് Q2 ബൈ Q1 എന്ന് കിട്ടി. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ നോക്കുക. ദെൻ ഫോർ Q2 is equal to 0 ആണെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി ഐഡിയൽ ആയിട്ടുള്ളത് മുഴുവൻ ആ വലിച്ചെടുക്കുന്ന ഫ്യുവലിനെ മുഴുവനും എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? എഫിഷ്യൻസി 1 ആയിരിക്കും. 100% എഫിഷ്യൻ്റ് ആണ്. അതൊരു എൻജിനും ഉണ്ടാവില്ല. ഐഡിയൽ കേസാണ്. ദ എൻജിൻ വിൽ ബി ഹാവ് 100% എഫിഷ്യൻസി കൺവേർട്ടിംഗ് ഹീറ്റ് ഇൻ ടു വർക്ക്. സച്ച് എൻ ഐഡിയൽ എൻജിൻ വിത്ത് ഹീറ്റ് ആസ് ഈക്വൽ ടു 100% efficiency is never possible even if we eliminate various kind of losses actual heat engine. Okay, then external and internal combustion of engine. The mechanism of conversion of heat into work varies for different heat engines. Basically there are two types of heat engine: external combustion engine ഉണ്ട്, internal combustion engine ഉണ്ട്. external combustion engine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ external combustion engine the system heated by an external furnace. പുറത്തുനിന്ന് ചൂടാക്കി കൊടുക്കുന്ന ടൈപ്പ് എഞ്ചിന്. സ്റ്റീം എഞ്ചിനൊക്കെ അങ്ങനെയാണ്. നമ്മളെന്ത് ചെയ്യും? പുറത്തുനിന്ന് ഫ്യൂവൽ കത്തിച്ച് അതിനെ സ്റ്റീം ആക്കിയിട്ട് സ്റ്റീമാണ് എഞ്ചിനിലേക്ക് പാസ് ചെയ്യിപ്പിക്കുക. അതാണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്ന സാധനം. ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനൊക്കെ മാതിരി, പെട്രോളും ഡീസലൊക്കെ നമ്മൾ എഞ്ചിൻ്റെ പുറത്ത് ഒരു ടാങ്കിൽ വേറെ ഒരു ടിന്നിൽ ഒഴിച്ചു കൊടുക്കുന്നതല്ലോ ചെയ്യാൻ, ഉള്ളിൽ തന്നെ ഒഴിച്ചു കൊടുക്കില്ല. അങ്ങനെ ഉള്ളിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന ടൈപ്പ് എഞ്ചിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് വിളിക്കുക. ഇനി റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പിനെ കുറിച്ചുമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. എ ഹീറ്റ് പമ്പ് ഈസ് ദ സെയിം ആസ് റെഫ്രിജറേറ്റർ. What term we use depends on the purpose of the devices. If the purpose is to cool a portion of space like the inside a chamber and high temperature reservoir is surrounding, we call a device refrigerator. If the idea is to pump heat into portion of space when the outside environment is cold, the device is called a heat pump. Both are reverse heat engine. എഞ്ചിനെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുകയാണ്, രണ്ടും ഒരേപോലെ തന്നെ. റെഫ്രിജറേറ്ററിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുള്ളത് നോക്കി നിങ്ങൾ. ഹോട്ട് റിസർവോയർ ആ ആരോ മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. കണ്ടോ? ആരോ മാർക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കി ഒരു മാറ്റമില്ല ചിത്രത്തിൽ. ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ദ പർപ്പസ് ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ടു കൂൾ ദ പോർഷൻ ഓഫ് സ്പേസ് ലൈക്ക് ഇൻസൈഡ് എ ചേംബർ, ഹയർ ടെമ്പറേച്ചർ റിസർവോയർ സറൗണ്ടിങ്സ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടുന്ന് ഹേഴ്സ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്ട്രാക്ട് ഹീറ്റ് Q2 ഫ്രം ദ കോൾഡ് റിസർവോയർ. എന്ത് ചെയ്യും? കോൾഡ് റിസർവോയറിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യും? കുറച്ച് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവിടെ വീണ്ടും നടക്കുക കേട്ടോ, അത് വേറെ കാര്യം. ആ ടെമ്പറേച്ചർ T2. സം എക്സ്റ്റേണൽ വർക്ക് ഈസ് W ഈസ് ഡൺ ഓൺ ഇറ്റ് ബൈ ദൻ എൻവിയോൺമെൻറ്റ് ആൻഡ് ദ ഹീറ്റ് Q2 ഈസ് റിലീസ്ഡ് ടു ഹോട്ട് റിസർവോയർ ടെമ്പറേച്ചർ T1. അത്രേ ഉള്ളൂ. സംഭവം എന്താ അവിടെ നടക്കുന്നത് വെച്ചാൽ
മറ്റുള്ളത് ആ ഹീറ്റ് എഞ്ചിന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ റെഫ്രിജറേറ്ററിൽ എന്താ വെച്ചാൽ എക്സ്റ്റേണൽ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. ആ വർക്കിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, എവിടെയാണോ നമുക്ക് തണുപ്പിക്കേണ്ടത് അവിടെ നിന്ന് അത് ഹീറ്റ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് പുറത്തേക്ക് വിടും. അതാണ് ചെയ്യുന്നത്. Q2 പ്ലസ് W Q1 ആണ്. അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് W എന്തായിരിക്കും, Q1 മൈനസ് Q2 എന്ന് തന്നെ കിട്ടും. In refrigerator, working substance usually in a gaseous form goes through the following steps. Suddenly expansion of gas from high to low pressure which cools the convert into vapor liquid mixture. നോക്കിയോളൂ, അതിൻ്റെ ഒരു ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് ചെറുതാക്കി കാണിച്ചു തരാം. നോക്കൂ, എക്സ്പാൻഷൻ വാല്യൂ ഓഫ് കൂൾസ് ദ ഗ്യാസ് ടു വേപ്പർ ലിക്വിഡ് മിക്സ്ചർ. സ്റ്റെപ്പുകൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇതും കൂടി വായിക്കണം. മനസ്സിലാവാത്ത ഭാഗങ്ങൾ ചോദിക്കും കൂടി വേണം കേട്ടോ. മനസ്സിലാവാതൊന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് ഗിവൺ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു Q2 ബൈ, നമ്മൾ നേരത്തെ എഫിഷ്യൻസി പറഞ്ഞു തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് Q2 by W എന്നുള്ളതാണ്. where Qt is the heat extracted from the cold reservoir, W is the work done on the system of the refrigerator. അവിടെ എന്തായി, Q2 by Q1 മൈനസ് Q1 എന്നായിട്ട് Q2 എന്നായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് എന്ത് ഹീറ്റ് പമ്പിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. നെക്സ്റ്റ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, കെൽവിൻ പ്ലാങ്ക്സ്. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ഒരിക്കലും എന്ത് ചെയ്യില്ല, വലിച്ചെടുക്കുന്ന മുഴുവൻ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് നടക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്നാര് പറഞ്ഞു? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡ് ഒബ്ജക്റ്റ് ഇൻ ടു എ ഹോട്ടർ ഒബ്ജക്റ്റ്. തണുത്ത സാധനത്ത് നിന്ന് ചൂടുള്ള സാധനത്തേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല എന്നുള്ളത് ആരും പറഞ്ഞു? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും വന്നു. ദ ടു സ്റ്റേറ്റ്മെൻറ്റ് എബോവ് ആർ കംപ്ലീറ്റ്ലി ഈക്വലൻറ്റ്. രണ്ടും പറഞ്ഞു വരുന്ന ഒന്ന് തന്നെയാണ്. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നിങ്ങൾ അറിയുന്നതാണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ് റിവേഴ്സിബിൾ എന്ന് പറയുക. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വെക്കാൻ പറ്റാത്തതാണ്. റിവേഴ്സിബിൾ പ്രോസസ്, എ തെർമോഡൈനാമിക് പ്രോസസ് ഇസ് റിവേഴ്സിബിൾ ഇഫ് ദ പ്രോസസ് ക്യാൻ ബി ടേൺഡ് ബാക്ക് such that both the system and surroundings return to their original state with no other change anywhere else in the universe. A quasi-static isothermal expansion of an ideal gas is a cylinder fitted with the frictionless mobile piston is a reversible process. Reversible process is an example. A process is reversible only if it is quasi-static. The system in equilibrium with surroundings at every stage. There are no dissipative factors such as friction, viscosity എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, റിവേഴ്സിബിൾ ആകില്ല. ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പ്രോസസ്സുകളെയാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുക. എ തെർമോഡൈനാമിക് പ്രോസസ് റിവേഴ്സിബിൾ ഇഫ് ദ പ്രോസസ് cannot be turned back such that both the system and surroundings return to their original state with no other change anywhere else in the universe. The spontaneous processes of nature are irreversible. The free expansions of gas, the combustion reaction of mixture of petrol air ignited by the spark, cooking gas leak from the gas cylinder in the kitchen diffuses to the entire room. ഇതൊന്നും നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റില്ല കേട്ടോ. പുറത്ത് പോയ ഗ്യാസിനെ ആരെങ്കിലും പിടിച്ച് കെട്ടിയിട്ട് ഇതിനുള്ളിൽ ആക്കാറുണ്ടോ? ഒന്നും കഴിയില്ലല്ലോ. Irreversible of a process arises due to many processes take the system to non-equilibrium state. Most processes involve friction, viscosity ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ടൊക്കെ എന്താണ് നടക്കാത്തത് കേട്ടോ. നെക്സ്റ്റ് ആണ് കാർനോട്ട് എൻജിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻജിനാണ് ആര്? കാർനോട്ട് എൻജിൻ എന്ന് പറയുന്നത്. ഐസോതെർമൽ എക്സ്പാൻഷന്, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. നമ്മൾ മുകളിലെ ഒരു ഗ്രാഫ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങൾ വായിക്കുക. ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക്
കംപ്രഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രോസസ്സുകൾ ഏതൊക്കെ? ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാർനോട്ട് എഞ്ചിൻ്റെ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. P1 V1 T1. അതെന്താണെന്ന് വെച്ചാൽ P1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്രഷർ, V1 വോളിയം, T1 ടെമ്പറേച്ചർ. 3 കേസിലും ഉണ്ടാവുന്ന കാണുന്നുണ്ടല്ലോ. വർക്ക് ഡൺ ഇൻ എ കാർനോട്ട് സൈക്കിൾ. ഐസോതെർമൽ എക്സ്പാൻഷനിലെ എങ്ങനെയാണ് കാർനോട്ട് വർക്ക് ഡൺ ആണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഇതിൽ അപ്ലൈ ചെയ്തപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ μR T1 log V2/V1. ഓക്കെ. അഡയബാറ്റിക് എക്സ്പാൻഷനാണ് രണ്ടാമത്തത്. P2 V2 ആ രണ്ടാമത്തെ വരെ കാണുന്നത്. അത് എന്താണ്? താഴത്തേക്കുള്ള വര ഉണ്ടല്ലോ, അത് μR/γ-1 T1 - T2. അത് മുകളിൽ പറഞ്ഞ അതേ ഇക്വേഷൻസ് കേട്ടോ. കംപ്രഷൻ ഓഫ് ഗ്യാസിൻ്റെ നെക്സ്റ്റ് V4/V1 മൈനസ് μRT log V3/V4 കിട്ടും. അഡയബാറ്റിക് കംപ്രഷൻ്റെ ഇക്വേഷൻസാണ് തൊട്ട് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 പ്രോസസ്സുകളുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം, വേറെ ഒന്നും മാറ്റാനില്ല, അതേ സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. കാർനോട്ട് തിയറം ഒന്ന് വായിച്ചു നോക്കി. The working between two given temperatures T1 and T2 of the hot and cold reservoir respectively, no engine can have efficiency more than that of the Carnot engine. The efficiency of the Carnot engine is independent of nature of the working substance. പിന്നെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേ നമ്മൾ ഈ അയച്ച നോട്ടുകളിൽ, അതായത് ഫോട്ടോസ്റ്റാറ്റ് തന്ന നോട്ടുകളിൽ വളരെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ആ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ആ ചെയ്ത പ്രോബ്ലംസ് എന്ത് ചെയ്യുക? വാല്യൂ അടക്കം മാറ്റാതെയാണ് എക്സാമിന് വരികയാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? വാല്യൂ എടുക്കുക കാണാൻ പഠിക്കണം എന്നല്ല, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഒന്നും കൂടി പറയുകയാണ്. ഡൗട്ടുള്ള ഭാഗങ്ങൾ ഓൺലൈനാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഡൗട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതും കൂടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡും കൂടി നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.